Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kotti. In this lecture, we will be discussing about the technical appraisal of a project. In the last class, we have learned about project appraisal and various processes that is included in the appraisal of a project. Today, we are going to discuss about technical appraisal, one of the important process included in project appraisal. The technical appraisal of a project broadly involves a critical study of the following factors. Technical appraisal എന്ന പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫാക്ടേഴ്സിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഇനി ഇവാലുവേറ്റ് ചെയ്യാം. അറ്റ് ഫസ്റ്റ്, raw material supplies. Certain industrial units are located near to the source of raw material, but certain industrial units are located far away from the raw material supplies. Anyhow, nearest source of raw material is the advantage of industrial units. ഒരു കമ്പനിയുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഫാക്ടറാണ് റോ മെറ്റീരിയൽ സപ്ലൈ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം ബെനഫിഷ്യൽ ആയിരിക്കും ആ ഒരു പ്രോജക്റ്റിന്. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് റോ മെറ്റീരിയൽ സപ്ലൈ എത്രത്തോളം അടുത്താണ്, എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മൾ റോ മെറ്റീരിയൽ സപ്ലൈ അവൈലബിലിറ്റി എല്ലാം ഉള്ളതെന്ന് ആണ് നമ്മൾ ഫസ്റ്റ് ടെക്നിക്കൽ അപ്രൈസൽ ചെക്ക് ചെയ്യുന്ന ഫാക്ടർ. Proximity of markets. In case of markets geographically spread nationally or internationally, manufacturing units may be established in close proximity to the major market. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോക്സിമിറ്റി ഓഫ് മാർക്കറ്റ്സ്. നമ്മുടെ മാർക്കറ്റുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നാണ് രണ്ടാമത് നമ്മൾ പ്രോജക്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാഷണൽ വൈഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എപ്പോഴും നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേജർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഏത് ഏരിയയിലാണ് അല്ലെങ്കിൽ ഏത് സെഗ്മെൻറ്റിലാണ് ആ സെഗ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്. ആ ഒരു മാർക്കറ്റുമായിട്ട് എത്രത്തോളം പ്രോക്സിമിറ്റി, അതായത് എത്രത്തോളം ക്ലോസ് ആയിരിക്കാൻ പറ്റുമോ അത്രത്തോളം ബെനഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഫാക്ടറായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാർക്കറ്റുമായിട്ട് എത്ര കണക്റ്റഡ് ആണ് നമ്മുടെ പ്രോജക്റ്റ് എന്നുള്ളതാണ്. The third factor is availability of transport. Transportation facilities are the ultimate need of industrial development. Places with high transport disadvantage are not likely to attract industries. ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്. കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യകരമായ ഫാക്ടറാണ് ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്നിക്കൽ അപ്രൈസൽ നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്. കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടോ, നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് പ്രോഡക്ട്സിനെ എത്തിക്കാനും റോ മെറ്റീരിയലിനെ എല്ലാം സപ്ലൈ ചെയ്യാനും എല്ലാം കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ മൂന്നാമത് ഫാക്ടറായിട്ട് ടെക്നിക്കൽ അപ്രൈസലിൽ ചെക്ക് ചെയ്യുന്നത്. Power and fuel supply. Power and fuel supply influence in the greater role of establishing industrial units. Specifically, cheap power of fuel and its uninterrupted supply is an important attraction for constructing industries. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള പവർ സപ്ലൈ അല്ലെങ്കിൽ ഫ്യൂൽ സപ്ലൈ നമുക്ക് അവൈലബിൾ ആണോ ഇല്ലയോ. ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ പോലും അതിൻ്റെ ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ്ങിനാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടി വരുന്നൊരു കാര്യമാണ് പവർ സപ്ലൈ അല്ലെങ്കിൽ എനർജി. നമുക്ക് ആവശ്യമായ പവർ, ഫ്യൂൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. The next factor is manpower. For establishment of industrial units depends upon the availability of labor forces, not only for the quantity but also skill level of the available manpower. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മാൻ പവർ. നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ലേബർ സപ്ലൈ നമുക്ക് അവൈലബിൾ ആണോ. നമുക്ക് ഏതെങ്കിലും ഒരു ലേബറിനെ കിട്ടിയാൽ പോരാ, എന്താണ് നമ്മുടെ മാനുഫാക്ചറിങ് അതനുസരിച്ചുള്ള സ്കിൽഡ് ലേബേഴ്സ്, നമുക്ക് ആവശ്യമുള്ള സ്കിൽ സെറ്റുള്ള സ്കിൽ ലെവലുള്ള ലേബേഴ്സിനെ കിട്ടണം. അപ്പോൾ ഈ ഒരു ഫാക്ടറും കൂടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ അപ്രൈസലിനെ കുറിച്ചാണ്. ഒരു പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, റോ മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്, മാർക്കറ്റുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു, ഫ്യൂവൽ ആൻഡ് പവർ,
മാൻ പവർ തുടങ്ങിയ ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ഒരു ടെക്നിക്കലി ഒരു പ്രോജക്റ്റുമായി റിലേറ്റ് ചെയ്തേക്കുന്നത്. ഒരു പ്രോജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്നതാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ടെക്നിക്കൽ ആസ്പെക്ട്. പ്രോജക്റ്റിൻ്റെ ടെക്നിക്കൽ ഫാക്ടേഴ്സിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ്, natural and climatic factors. The absence of these conditions will necessitate additional expenditure to create favorable conditions artificially. അപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ മറ്റൊരു ടെക്നിക്കൽ ഫാക്ടറാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ആ പ്രോജക്റ്റിന് വേണ്ടി വരുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അതായത് വാട്ടർ അവൈലബിലിറ്റി ഒക്കെ നാച്ചുറലായിട്ട് അവൈലബിൾ ആണെങ്കിൽ പ്രോജക്റ്റിന് അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, നമുക്ക് ഓവർ ഹീറ്റ് വേണ്ടാത്തൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ നാച്ചുറലി ചൂട് കൂടിയ ഏരിയ ആണെങ്കിൽ നമ്മൾ ചൂട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അഡീഷണൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടാകും. ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ടെക്നിക്കലി കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് നാച്ചുറൽ ആൻഡ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്നുള്ളത്. ഒരു പ്രോജക്റ്റിനെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് കൺസിഡറേഷൻ. Establishment of strategic industries, the special care is taken to assure that the location chosen is not easily accessible to the military forces of other industries. Strategic industries in the case ഒരു കൺട്രിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺട്രിയുടെ ഡിഫൻസ് പോളിസീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫോം ചെയ്യുന്ന സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോജക്ട്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അത് മറ്റ് കൺട്രീസിന് മിലിറ്ററി ഫോഴ്സിന് പെട്ടെന്ന് ആക്സസബിൾ അല്ലാത്തൊരു ലൊക്കേഷനിൽ വേണം നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസിൻ്റെ കേസിനാണ് നമ്മൾ സ്ട്രാറ്റജിക് കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റ് കൺട്രീസിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള ലൊക്കേഷനിലായിരിക്കണം നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്ഇൻസെൻറ്റീവ്സ്. ഇൻ ഇന്ത്യ, ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് offer fiscal, monetary and physical incentives for industries for economically backward areas. But in case of disincentives, like higher taxes may discourage industries in certain region. നമ്മുടെ പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ പ്രോജക്റ്റിന് ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തൊക്കെ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്, അതോ എന്തെങ്കിലും ഡിസ്ഇൻസെൻറ്റീവ്സ് കിട്ടും. ഇൻസെൻറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പലവിധ സബ്സിഡീസ്, പലവിധ ബെനഫിറ്റ്സ്. ചില ഏരിയയിൽ നമ്മൾ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടാകും. ബട്ട് ചില ഏരിയാസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ഇൻസെൻറ്റീവ്സ് ആയിരിക്കും. എന്താണ് ഡിസ്ഇൻസെൻറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓവർ ടാക്സ് ബേർഡൻസ് ഉണ്ടാവും, പിന്നീട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് മറ്റ് സപ്പോർട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്നിക്കലി നമ്മുടെ പ്രോജക്റ്റിനെ എത്രത്തോളം ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, socio-economic and political factors. It is highly influenced in the establishment of public sector units. Some of the large-scale public sector units are located in backward region due to socio-economic factors. Socio-economic factors അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ഒരു പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതലായിട്ടും പബ്ലിക് സെക്ടർ പ്രോജക്ട്സിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ് എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഗവൺമെൻറ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ഫൈനലി, miscellaneous factors like collaboration agreements, product mix, plant layout, location of the project scheduling and implementation. കൊളാബറേഷൻ എഗ്രിമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോജക്ട്സ് മറ്റ് കമ്പനീസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുള്ള എഗ്രിമെൻറ്റ്സോ കോൺട്രാക്ട്സോ എന്തെങ്കിലും നിലവിലുണ്ടോ. പ്രോഡക്റ്റ് മിക്സ്, നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പ്ലാന്റ് ലേ ഔട്ട്, നമ്മുടെ പ്രൊഡക്ഷൻ്റെ പ്ലാന്റ് ലേ ഔട്ട് ഒക്കെ എങ്ങനെയായിരിക്കും. ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്, എവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രോജക്റ്റിൻ്റെ മെയിൻ ലൊക്കേഷൻ ഏതാണ്. പ്രോജക്ട് ഷെഡ്യൂളിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഏത് രീതിയിലാണ് നമ്മുടെ പ്രോജക്റ്റ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള മിസ്ലേനിയസ് ഫാക്ടേഴ്സും കൂടെ നമ്മുടെ ടെക്നിക്കൽ അപ്രൈസലിനകത്ത് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അപ്രൈസൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഒരു പ്രോജക്റ്റ് അപ്രൈസൽ എന്നുള്ളത്. നമ്മളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അപ്രൈസൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫാക്ടേഴ്സ്, റോ മെറ്റീരിയൽ, മാർക്കറ്റ്, അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്, ഫ്യൂവൽ, മാൻ പവർ, climate, strategic considerations, incentives from the government, political factors, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ടെക്നിക്കലി ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോജക്റ്റിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇത് ചെയ്താൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകാൻ പോകുന്നത്, എത്രത്തോളം ലാഭം ഉണ്ടാകും, എത്ര നാൾ കൊണ്ട് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്ര നാൾ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ടെക്നിക്കൽ അപ്രൈസൽ, അതിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽ ഉള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ടെക്നിക്കൽ അപ്രൈസൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ടെക്നിക്കൽ അപ്രൈസൽ ഓഫ് എ പ്രോജക്റ്റ്. സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ടെക്നിക്കൽ അപ്രൈസൽ ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.